ലൂക്കോസ് കൂടി ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, എന്താണ് ജോസഫ് പാംപ്ലാനിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നതിന് കാരണം? അല്ല, ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഗൗതം മാഷ് വ്യക്തിപരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. നമുക്കറിയാം, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തില് അവിടെ അറസ്റ്റ് ചെയ്തത് BJP സർക്കാരാണ്. ആ BJP സർക്കാർ അറസ്റ്റ് ചെയ്ത് അവര് തന്നെ എന്താ പറയാ ജാമ്യം നേടിക്കൊടുത്തെന്ന് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നിലപാടിനെ പിന്തുണയ്ക്കുന്ന പാംപ്ലാനി പിതാവിന്റെ നിലപാടിനെതിരെ വിമർശിച്ചെന്ന് മാത്രമല്ല, അല്ലാണ്ട് വ്യക്തിപരമായിട്ട് സഭയ്ക്കെതിരെ ഗോവിന്ദൻ മാഷ് എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ആ വിഷയത്തില് ഏറ്റവും കൂടുതൽ അതിൽ ഇടപെടുകയും അവിടെ പോയി കന്യാസ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിൽ CPM ഒരു പരിധിവരെ കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു. കോൺഗ്രസ് ആണ് നിയമം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നുള്ള വേറൊരു വൈരുദ്ധ്യം അവിടെ ഉണ്ട്. അവിടെ BJP കാണിച്ച ഒരു നാടകമാണ്. നമുക്ക് വളരെ വ്യക്തം അറിയാം, മഞ്ജുഷ് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അവിടെ ഭരിക്കുന്ന ആരാണ്? നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകളെ ഒരു നിയമത്തിന്റെയും പിൻബലം ഇല്ലാതെ കണ്ട് ബജരംഗ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പോലീസ് നോക്കി നിൽക്കെ തന്നെ അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരുടെ ജയിലിലേക്ക് അടയ്ക്കുന്നത്. ആ കുട്ടികൾ തന്നെ പറയുന്നത് തങ്ങളെ നിർബന്ധമായിട്ട് കൊണ്ടുപോയതല്ല, തങ്ങൾ പ്രായപൂർത്തി ആയവരാണ്, തങ്ങളുടെ സമ്മതപ്രകാരമാണ് കൊണ്ടുപോയത്, തൊഴിലെടുക്കാനാണ് കൊണ്ടുപോയത്, കുടുംബത്തെ നോക്കാനായിട്ട് കൊണ്ടുപോയത്, മാതാപിതാക്കളുടെ സമ്മതപത്രമുണ്ട്, ഇങ്ങനെയെല്ലാം ഉള്ള വസ്തുതകൾ ആദ്യവും. പക്ഷേ ഇതിനകത്ത് കേന്ദ്രം ഇടപെട്ടത് കൊണ്ടാണ് കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമായത് എന്നാണ് സഭയുടെ നിലപാട്. അതാണ് പാംപ്ലാനി പറഞ്ഞതും, അതുകൊണ്ടാണ് നന്ദി അറിയിച്ചതും. അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. അതിനെയാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്, കേക്കുമായിട്ട് അരമനയിലേക്ക് വരുന്നവർക്ക് തിരിച്ച് കേക്ക് ഓഫീസുകളിലേക്ക് BJP ഓഫീസുകളിലേക്ക് കൊടുത്തുവിടുന്നു. ഇങ്ങനെയുള്ള പരാമർശങ്ങളിലൂടെ പാംപ്ലാനിയെ അധിക്ഷേപിച്ചത് അത് വിചിത്രമായൊരു വാദമാണ്. കാരണം വെച്ചാല് കേന്ദ്ര സർക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങനെ ജാമ്യം കിട്ടുന്നത്, ജാമ്യം കൊടുക്കേണ്ട കോടതിയല്ലേ? കോടതി അതിന്റെ തീവ്രമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ച് വസ്തുതകൾ വിശകലനം ചെയ്തതിനു ശേഷമല്ലേ കോടതി ജാമ്യം നൽകുന്നത്. കേന്ദ്ര സർക്കാർ കോടതിയോട് ആവശ്യപ്പെടാനുള്ള നിയമമുണ്ട് ഈ രാജ്യത്ത്. അതൊരു വിചിത്രമായ വാദമാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? കേരളത്തിലെ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാം, ആ സംഭവം എന്ന് പറയുന്നത് BJPയുടെ ഭാഗത്തു നിന്നും BJPയുടെ പിന്തുണയോടുകൂടി തന്നെ BJPയുടെ പ്രവർത്തകർ തന്നെ കസ്റ്റഡിയിലെടുത്താൽ ബജരംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു സിസ്റ്റർ കൺസേണാണ്. ആ ജയിലിൽ അടച്ചവരെ അവർ തന്നെ മോചിപ്പിച്ചെന്ന് പറയുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഈ വക നാടകങ്ങൾ കാണിക്കാതിരുന്നാവുന്നില്ലോ. തന്നെയുമല്ല, അപ്പോൾ അത് സഭകൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണോ? പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിന് സഭകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, സഭാ വിശ്വാസികൾക്കും മനസ്സിലായിട്ടുണ്ട്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് പറഞ്ഞതിനെ അത് മറ്റുള്ളവർക്ക് കൂടി പങ്കെടുത്ത് നേടിയ ഒരു അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പിന്തുണയെ മറന്നുകൊണ്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെയും അമിത്ഷായിനെയും പുകഴ്ത്തി പറഞ്ഞതിനുള്ള വൈരുദ്ധ്യം അത് അദ്ദേഹം തുറന്നു കാണിച്ചത്. അല്ല, തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എല്ലാവർക്കും നന്ദി പറഞ്ഞിരുന്നു. അതിൽ അമിത്ഷായ്ക്ക് നന്ദി പറഞ്ഞത് മാത്രമാണ് MV ഗോവിന്ദനെ പ്രകോപിപ്പിച്ചത്. അല്ല, തലശ്ശേരി ആർച്ച് ബിഷപ്പ് എനിക്ക് പേഴ്സണൽ അറിയാവുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കസ്റ്റഡിയിലെടുത്തവരെ പൂഴ്ത്തുമ്പോൾ ആ കസ്റ്റഡിയിലെടുത്തവരെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച് 10 ദിവസം ജയിലിലിട്ടവരെ അവർ കാരണമാണ് ഞങ്ങൾക്ക് ജാമ്യം നൽകുന്ന പറഞ്ഞതിന്റെ വൈരുദ്ധ്യം ശരിയല്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വസ്തുത കത്തോലിക്ക സമൂഹത്തിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കത്തോലിക്ക സമൂഹത്തിന്റെ ഔദ്യോഗിക വക്താവ് അവരാണെല്ലാം പറയേണ്ടത്. അവർ തന്നെ പറഞ്ഞതെന്താ, കേരളത്തിന് വെളിയിലും സഭാവസ്ഥയിട്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, കേരളത്തിൽ മാത്രമേ തങ്ങൾക്ക് പറ്റാൻ പറ്റത്തുള്ളൂ. BJP പറയുന്നതിനകത്തെ വൈരുദ്ധ്യം, BJP പറയുന്ന ഇരട്ടത്താപ്പ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി കേക്കുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങളൊന്ന് ആലോചിക്കുമെന്ന് ബഹുമാനപ്പെട്ട ക്ലീമീസ് മെത്രാനും പറഞ്ഞു. അപ്പോൾ അതെല്ലാം മനസ്സിലുള്ളപ്പോൾ കത്തോലിക്ക സമൂഹത്തിന്റെ ഔദ്യോഗികപരമായിട്ടുള്ള നിലപാടിനെ വിരുദ്ധമായിട്ട് ഇവര് കാരണമാണ് തങ്ങൾക്ക് ലഭിച്ചെന്ന് പറഞ്ഞതിനുള്ള ആ ഒരു കോൺട്രഡിക്ഷനാണ് വാസ്തവത്തിൽ ഇതിനകത്ത് ഗൗതം മാഷ് എന്താ പറയാ അദ്ദേഹം അതിനെക്കുറിച്ച് വിമർശനാത്മകമായി സംസാരിച്ചു. ശരി, ശ്രീ റെജി ലൂക്കോസ് ദയവായി തുടരുക. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ തത്സമയം ചേരുകയാണ്. ഫാദർ ഫിലിപ്പ് കവീൽ, ഇതാണിപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞതിനെ ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് അതിന് വിശദീകരിക്കുന്ന ഈ രീതിയിലാണ്, ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചതാണെന്ന്. അവിടെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് BJP സർക്കാരാണ്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഇടപെട്ട് അങ്ങനെ ഒരു മോചനം സാധ്യമാക്കിയതിന് അവർക്ക് നന്ദി എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം അത് ചൂണ്ടിക്കാണിച്ചതാണെന്നാണ്. പക്ഷേ തിരികെ സഭ എന്ന് പറയുമ്പോൾ തലശ്ശേരി അതിരൂപത തന്നെ ഗോവിന്ദൻ മാഷിനെ ഉപമിക്കുന്നത് ഗോവിന്ദചാമിയോടാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിരിച്ചുള്ള ഒരു പ്രസ്താവന വരുന്നത്? ഗോവിന്ദചാമിയോട് ഉപമിച്ചതല്ല. അതായത് നമ്മൾ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കി സംസാരിക്കണം. അതിൽ നിന്ന് വില കുറഞ്ഞ സംസാരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ തുറന്നു കാണിക്കുന്നത്. അതായത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റുണ്ട്.
ആ സ്ഥാനത്തിരിക്കുന്ന ആള് ഗോവിന്ദസ്വാമി പറയുന്ന പോലെ പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അദ്ദേഹത്തിന് നിലയ്ക്കും വിലക്കും ചേർന്ന ഒരു പ്രസ്താവനയല്ല അത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു തിന്മ ഉദ്ദേശിച്ച് പറഞ്ഞ. അദ്ദേഹം കുറെ ആളുകളെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ അല്പം ആളാകാൻ വേണ്ടി ഒരു ആവേശത്തിരുത്തലിൽ പറഞ്ഞതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർക്ക് തന്നെ ഒരു നിലപാടുള്ള ആളല്ല. ഒരാഴ്ചയെങ്കിലും അദ്ദേഹം ഒരു നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ടോ? അദ്ദേഹം ഒരു മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം നമ്മൾ ഓർത്താൽ മതി. അദ്ദേഹം പറഞ്ഞത് RSS CPM ബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വിടുവായത്തത്വം എന്നാണ് കൃത്യമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഈ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ശാസിക്കുന്നതും തിരുത്തുന്നതും കേരള സമൂഹം മുഴുവൻ കണ്ടതാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് പഴയ റീലുകളൊന്നും എടുത്തു നോക്കിയാൽ മതി. ഇന്നേക്ക് ഒരു മാസത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിലപാടുള്ള ഒരു വ്യക്തിത്വമൊന്നും അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം എത്രയോ തവണ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപഹാസ്യനായിട്ടുണ്ട് സ്വയം. സ്വന്തം സ്വഭാവ വൈകല്യത്തെ വെച്ച് മറ്റുള്ളവരെ വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ വിഷയത്തില് അഭ്യുന്നമാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് അമിത്ഷായുടെയോ നരേന്ദ്രമോദിയുടെയോ ഒന്നും അടിമത്തത്തിൽ പോകുന്നതല്ല ചെയ്തത്. അവര് നന്മ ചെയ്തിട്ടുണ്ട്, അത് ഏറ്റു പറഞ്ഞു. അവര് ചെയ്ത നന്മ പോലെ തന്നെ മറ്റുള്ളവർ ചെയ്ത. ഉദാഹരണത്തിന് ഇടതുപക്ഷത്തിന്റെ ശ്രീ ജോൺ ബ്രിട്ടാസ് MP പാർലമെന്റിൽ ഇടപെട്ട കാര്യവും സംസാരിച്ച കാര്യവും ഒക്കെ നന്ദിപൂർവ്വം അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ശ്രീ KC വേണുഗോപാൽ, അതുപോലെ കേരളത്തിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറ്, അതുപോലെ ഈ സിസ്റ്റർമാരുടെ നിയോജക മണ്ഡലങ്ങളിലെ MLA മാരായിരുന്ന റോജി ജോൺ MLA, അതുപോലെ സജി ജോസഫ് MLA, അവരുടെയൊക്കെ ഇടപെടലുകളെ നന്ദിയോടെ അനുസ്മരിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് ഓടി വന്നിട്ട് ഈ അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഇടപെട്ടതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ ഇടപെടലിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ തെറ്റിരിക്കുന്നത്? ആരെങ്കിലും സഹായിച്ചിട്ട് നന്ദി പറഞ്ഞത് കൊണ്ട് അവരുടെ അടിമകളാണെന്നോ അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അതിന് പറയുന്ന കാര്യം അല്ല, ഗോവിന്ദൻ മാഷ് പറഞ്ഞ് ശ്രദ്ധിച്ചുവല്ലോ, ഗോവിന്ദൻ മാഷ് പറഞ്ഞ് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, ഇവർ തന്നെയാണ് ജയിലിലിട്ടത്. അപ്പോൾ അവർ തന്നെ അത് കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കി എന്ന് പറയുന്നതിലെ ഇരട്ടത്താപ്പാട് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന്. അത് മറ്റൊരു കോൺടെസ്റ്റ് കൂടിയുണ്ട്. ഇതിപ്പോൾ ഗോവിന്ദൻ മാഷിനെ ഗോവിന്ദൻ മാഷിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു, ഗോവിന്ദൻ മാഷ് ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത് എന്ന്. ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ നിയോ മുള്ളറുടെ അവസ്ഥ വരും, ഹിറ്റ്ലറുടെ കടുത്ത അനുയായിയായ നിയോ മുള്ളറുടെ അവസ്ഥ വരും പാമ്പ്ലാനി പിതാവിനെന്ന്. അപ്പോൾ ഇത് ആലോചിച്ചുറച്ചുള്ള ഒരു ആക്രമണമാണ് വരുന്നത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിനെതിരെ. അത് മനസ്സിലായില്ലേ? നിയോ മുള്ളറുടെ കാര്യം പറയുന്ന DYFIക്കാരനോട് എനിക്ക് പറയാനുള്ള തിരുവമ്പാടിയിലെ അനുഭവം ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ അഭ്യുന്നതനായ ഒരു പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിക്കുകയും അതിനുശേഷം തിരുവമ്പാടിയിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇനിയൊരു പിണറായി സർക്കാർ വരണ്ട എന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? ശ്രീ പിണറായി വിജയന്റെ തുടർ ഭരണം ഉണ്ടാകരുതെന്ന് അവര് ബോധപൂർവ്വം കൂട്ടത്തിൽ നിൽക്കുന്നവർ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പിന്നെ സഭയ്ക്ക് എപ്പോഴും സ്വതന്ത്ര നിലപാടാണത്. സഭയെ ആര് സഹായിച്ചാൽ ആ സഹായിക്കുന്നവരെ ഞങ്ങൾ തുറന്നു പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അത് ആരാണെങ്കിലും. ഇനി സഹായിച്ചില്ല ഞങ്ങൾക്കെതിരെ തിന്മയാ പ്രവർത്തിച്ച അത് പറയും. അതായത് കേന്ദ്ര ഗവൺമെന്റിനോടും ഈ ഛത്തീസ്ഗഡ് ഗവൺമെന്റിനോടും 2 ദിവസം മുമ്പ് വളരെ നിശ്ചിതമായിട്ട് പാമ്പ്ലാനി പിതാവ് ആവശ്യപ്പെട്ടതാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തതിന്റെ കുറ്റത്തെ കുറിച്ച്. അത് എന്ത് കാണാതെ പോകുന്നത്? അതിനുശേഷം നമ്മുടെ അഭ്യർത്ഥന പ്രകാരം അവർ ഇടപെട്ടപ്പോൾ അതിന് നമ്മൾ നന്ദി പറയുന്നതിൽ എന്താണ് തെറ്റിയിരിക്കുന്നത്? ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് മാത്രമേ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മെ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്നത് അര്യാഹാരം കഴിക്കുന്ന ആർക്കും അറിയാവുന്നതല്ലേ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാതെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് ശരിയല്ല. റെജി ലൂക്കോസ്, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സഭ മനസ്സിലാക്കിയത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോൾ റെജി പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് പറയുന്നത് പോലെയോ സനോജ് പറയുന്നത് പോലെയോ അല്ല. സഭ ഇതിന്റെ അകത്ത് സ്വതന്ത്രമായ നിലപാടാണ്. നമ്മളെ ഒരാള് മഞ്ജുഷ് സാറ് എന്നെ ഞാൻ മുങ്ങി താഴെ പോവാണ്, എനിക്ക് കയ്യിൽ നിന്ന് സഹായിച്ചു. അപ്പൊ മഞ്ജുഷ് സാറിന് നന്ദി പറയുന്നതിന്റെ മര്യാദയാണ്. മഞ്ജുഷ് സാറിന്റെ രാഷ്ട്രീയം നോക്കിയോ ജാതിയോ മതമോ നോക്കിയല്ല അവിടെ ഞാൻ നന്ദി പറയുന്നത്. ശരി, ഫാദർ ഫിലിപ്പ് കവീൽ ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ് അദ്ദേഹം വ്യക്തമായിട്ട് ഇത് പറയുകയാണ്. പാമ്പ്ലാനി പിതാവിനെ MP ഗോവിന്ദൻ മാഷ് അധിക്ഷേപിക്കുകയായിരുന്നു, അത് ഒരിക്കൽ പറയുന്ന നിലപാടല്ല ഗോവിന്ദൻ മാഷിന് പിന്നീടുള്ളത് എന്നൊക്കെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട്. അത് മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ല,
ആരാണ് കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയത് സാങ്കേതികമായിട്ട്? അതിൽ കൃത്യമായ ബോധ്യം സഭയ്ക്കുണ്ട്. അത് കേന്ദ്ര സർക്കാർ ഇടപെടാതെ സാധ്യമാവുകയില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് ശ്രീകജി. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കത്തോലിക്ക സഭയും CPM-ഉം ആയിട്ട് യാതൊരു വിധ ഒരു പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിലേക്കോ പോകാനായിട്ട് പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം കത്തോലിക്ക സഭയുടെ പൂർണ്ണ പിന്തുണ ഒരു പരിധിവരെ പിന്നെ 2 തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല എന്താ പറയുക, എല്ലാ വിഷയങ്ങളിലും കാര്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക. പിന്നെ വേറൊരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യം വസ്തുതയാണ്. രൂപതയെ സംബന്ധിച്ച്, കത്തോലിക്ക സഭയെ സംബന്ധിച്ചോളം സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത് വളരെ മാന്യമായ രീതിയിൽ ഇടപെടുന്ന ഒരു പാരമ്പര്യം സഭയ്ക്കുണ്ട്. സഭ ഒരു വിവാദമായ വിഷയങ്ങളിലേക്കൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബന്ധപ്പെട്ട് കൊണ്ടുപോകാറുമില്ല, മിതമായ രീതിയിൽ പ്രതികരിക്കുന്നതാണ്. പാമ്പളാനി പിതാവിനെ സംബന്ധിച്ചോളം പിതാവ് പറഞ്ഞതിലെ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചതിനപ്പുറമായിട്ട് ഇതൊരു യുദ്ധത്തിലേക്ക് പോകണം അല്ലെങ്കിൽ അങ്ങനെ കടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പോകേണ്ടതല്ല. കത്തോലിക്ക സഭയും പ്രത്യേകിച്ച് തലശ്ശേരി രൂപത എന്ന് പറയുന്ന കുടിയേറ്റ മേഖലകളാണ്. തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് കുടിയേറിയ കാത്തോലിക്ക സഭാത്തിൽപ്പെട്ടവരാണ് 99%. അപ്പൊ അവരുടെ ഒരു ആത്മീയ നേതാവാണ് പാമ്പളാനി പിതാവ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന പിതാവിനെയും ആ തലശ്ശേരി രൂപതയും അടച്ചാക്ഷേപിക്കുന്ന ഒരു സമയം ഒരിക്കലും CPM ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടായാൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അത് കേട്ടുവല്ലോ അല്ലേ, പഴയ നികൃഷ്ടജീവി പ്രയോഗം. അല്ല, അതല്ല ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് കേട്ട്. അച്ഛൻ വളരെ സരസമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അത്ര സരസമല്ല അത്. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചകഞ്ഞ് നമ്മൾ വെറുതെ വിഷയങ്ങൾ ഉണ്ടാക്കിയൊന്നും അതൊന്നും ഇനിയിപ്പോ പൊതുജനത്തിന് മുമ്പിൽ അത് വലിയ കാര്യമായിട്ട് ഏക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റി ഉള്ളവരാണ്. അവരിൽ ഗ്ലോബൽ പ്രസന്റേഷൻ ഉള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ അടുത്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അവർ അംഗീകരിക്കും, അല്ലാത്തതിന് അവർ അംഗീകരിക്കത്തില്ല. അങ്ങനെ ഒരു സ്വതന്ത്ര മാനസികാവസ്ഥയുടെ ഒരു ഉപാവമാണ് കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ. ഇതിനെ അംഗീകരിക്കുവാൻ സാധ്യതയുണ്ടോ ശ്രീകജി? പാമ്പളാനി പിതാവ് പറഞ്ഞതിനകത്ത് നെല്ലും പതിരുവെന്ന് ചകഞ്ഞ് വിമർശിക്കാനായിട്ടോ വിശകലനം ചെയ്യാനായിട്ടോ ഞാൻ തയ്യാറല്ല. കാരണം അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. കാരണം സഭയ്ക്ക് സഭയുടേതായ നിലപാടുകളുണ്ട്, പാമ്പളാനി പിതാവിന് അതിന്റെ നിലപാടുകളുണ്ട്. ഇപ്പോൾ പാമ്പളാനി പിതാവും സഭയുമായിട്ട് യുദ്ധത്തിന് അതേ ഇറങ്ങുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയല്ല. കാരണം കേരളത്തിന്റെ സുരക്ഷിതത്വം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അത് സഭയുടെ വക്താവ് തന്നെ പറഞ്ഞു, കേരളത്തിന് വെളിയിൽ ഞങ്ങൾക്ക് സഭാവസ്ത്രങ്ങൾ പോലും ധരിക്കാനുള്ള സാഹചര്യമില്ല, ഭയമാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ 4 ചുറ്റുകളുടെ ഉള്ളിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാർക്കും സുരക്ഷിതം കൊടുക്കുന്നതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അത് ബഹുമാനപ്പെട്ട അച്ഛനും അറിയാം, പാമ്പളാനി പിതാവിനും അറിയാം. ഇപ്പൊ BJP ഇവിടെ ഒരു അധീശത്വം വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്? വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്ന അവർ നടപ്പാക്കത്തില്ല. അത് തന്നെയല്ല ഇപ്പൊ കഴിഞ്ഞ 6 ദിവസം മുതലേ ഒറീസയിലെ കന്യാസ്ത്രീകളെ പുരോഹിതനെ ക്രൂരമായിട്ട് മർദ്ദിച്ചത്. ഈ വിഷയങ്ങൾക്ക് ശേഷം മുംബൈ മഹാരാഷ്ട്രയിലെ MLA പറഞ്ഞ എന്താണ്? ക്രിസ്ത്യൻ മിഷണറിമാരെ മർദ്ദിക്കുന്ന ക്രൂരമായി വേട്ടയാടുന്നവർക്ക് 2 ലക്ഷം മുതൽ 11 ലക്ഷം വരെ അവർ ഇനാം പ്രഖ്യാപിച്ചിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. ഛത്തീസ്ഗഡിലെ ഒരു കത്തോലിക്ക വൈദികനല്ല, CSIയുടെ വൈദികൻ മർദ്ദനത്തിൽ ഭയന്ന് മഹാരാഷ്ട്രയിലേക്ക് അഭയം തേടിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ കാത്തലിക് കമ്മ്യൂണിറ്റിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അനുകൂലമായി നേരത്തെ പറഞ്ഞല്ലോ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള MP സഹായിച്ചതൊക്കെ അച്ഛൻ എടുത്തു പറഞ്ഞു. അതൊക്കെ സത്യമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ BJP-യെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നമാകുന്നത്. ഫാദർ ഫിലിപ്പ് കവീൽ ഇതിനുള്ള മറുപടി, അതായത് പാമ്പളാനി പിതാവിന്റെ വാക്കുകളിലെ നെല്ലും പതിരും സഭാവിശ്വാസികൾ